മൂന്ന് കളറിലാണ് വന്നേക്കുന്നത്. നന്നായിട്ട് ഹായ് എവറിബഡി, അപ്പോ വെൽക്കം ടു ലിറ്റിൽ ഡോറിസ് കിച്ചൺ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ എന്താന്ന് പറഞ്ഞത് നിങ്ങളെ വിചാരിക്കും, ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത്? നമുക്കൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. അപ്പൊ ബിരിയാണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഭട്കൽ ബിരിയാണിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഭട്കല് കർണാടകയിലുള്ള ഒരു പ്രദേശമാണ്, ഉത്തര കർണാടകയിലുള്ള പ്രദേശമാണ് ഭട്കൽ ബിരിയാണി. അപ്പൊ ഭട്കൽ ബിരിയാണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളിവിടെ മലബാറി ബിരിയാണി അങ്ങനെ കഴിക്കുന്നുണ്ട്, അതേപോലെ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും ഹൈദരാബാദി ബിരിയാണി നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ മലബാറി ബിരിയാണിന്റെ ഹൈദരാബാദി ബിരിയാണിന്റെ ഒക്കെ ഏകദേശം ഒരു മിഡിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു ബിരിയാണിയാണ് ഭട്കൽ ബിരിയാണി. അപ്പോൾ ഭട്കൽ ബിരിയാണി ചെയ്യാനായിട്ട് നമുക്ക് ബസ്മതി റൈസ് ആണ്. നമ്മുടെ ബസ്മതി റൈസ് എന്നിട്ട് അപ്പോൾ ബസ്മതി റൈസ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് ആണ്. അപ്പോൾ ആ ബസ്മതി റൈസ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ബിരിയാണിക്കും പോലെ സോക്ക് ചെയ്ത് വെച്ചേക്കണം, അല്ല അരമണിക്കൂർ നേരത്തേക്ക് മിനിമം സോക്ക് ചെയ്ത് വെക്കണം. ലോങ് ഗ്രെയിൻ ഉള്ള റൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മലബാറി ബിരിയാണി ആണെങ്കിൽ ഷോർട്ട് ഗ്രെയിൻ റൈസ് ആയിരിക്കും. ഹൈദരാബാദി ബിരിയാണിക്കും ലോങ് ഗ്രെയിൻ റൈസ് സാധാരണ ഉപയോഗിക്കും ബസ്മതി റൈസ്. മലബാറിക്ക് കൈമ റൈസ് അങ്ങനെയുള്ള ഷോർട്ട് ഗ്രെയിൻ അങ്ങനെ റൈസ് ജീരശാലയോ അതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഭട്കൽ വരുമ്പോഴേക്കിനും ബിരിയാണീൻ്റെ റൈസ് വന്നിട്ട് ലോങ് ഗ്രെയിൻ ആണ്. ഇവിടെ ചിക്കൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ പീസായിട്ട് കട്ട് ചെയ്യാറില്ല, സാധാരണ ഒരു മീഡിയം പീസായിട്ടാണ് ഭട്കൽ ബിരിയാണിക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അതിലേക്ക് സാധാരണ ഇത് മസാലയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടികളൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം, അപ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ലെമൺ ഒന്ന് യൂസ് ചെയ്യാണ്. ഇതിൽ ഈ ബിരിയാണിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ ഇതിലേക്ക്, നീ കഴിച്ചിട്ടുണ്ടോ ഭട്കൽ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഇത് എന്റെ നാട്ടിലത്തെ സ്പെഷ്യാലിറ്റി ആയ ഒരു ബിരിയാണിയാണ്. അപ്പൊ ഭട്കൽ ഈ ഉത്തരകന്നഡ എന്ന് പറയുമ്പോൾ നമ്മൾ മംഗലാപുരത്ത് നിന്ന് ഗോവയ്ക്ക് പോകുന്ന വഴിയിൽ ഏകദേശം ഒരു കാർവാറിന്റെ ഭാഗത്തേക്കൊക്കെ വരുന്ന സ്ഥലമാണ് പിന്നെ ഭട്കൽ എന്ന് പറയുന്നത്. ബിരിയാണി ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ബിരിയാണി, ഒത്തിരി ഫാറ്റി ആയിട്ടൊന്നുമില്ല, കഴിക്കാൻ നല്ല സുഖമുള്ളൊരു ബിരിയാണി, സ്മൂത്ത് ആയിട്ടുള്ളതാണ്. ഞാൻ അവിടെ ഒരു 5-6 വർഷം ഏകദേശം താമസിച്ചിട്ടുണ്ട്, എനിക്കും അറിയാവുന്നതാണ്. അപ്പൊ അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. കന്നഡയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ಇದು ನಮ್ಮ ಊರಿನ ನಮ್ಮ ಸ್ಪೆಷಲ್ ಡಿಶ್. ಆಗ ನೀವೆಲ್ಲ ಇದನ್ನ ರುಚಿ ಮಾಡಿ ಅದರ ಅಭಿಪ್ರಾಯವನ್ನು ನಮಗೆ ತಿಳಿಸಿ. അപ്പൊ ഇതിലേക്ക് വന്നിട്ട് ഞാൻ ഏകദേശം ഒരു വലിയ ലെമൺ അല്ലെങ്കിൽ 2 ചെറിയ ലെമണാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്ര ലെമണാണ് ചേർക്കുന്നത് ചെറിയ പുളിപ്പിന്. അപ്പോൾ സാധാരണ ഹൈദരാബാദി ബിരിയാണിയിലേക്ക് നമ്മൾ തൈര് ചേർത്തിട്ടാണ് ഈ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ലെമൺ ചേർക്കുന്നത്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് തക്കാളിയാണ് ഇതിന്റെ പുളിപ്പിന് വേണ്ടി ചേർക്കുന്നത്. അപ്പോൾ ഹൈദരാബാദി ബിരിയാണിയിൽ സാധാരണ തക്കാളിക്ക് പകരം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് തൈരായിരിക്കും. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ലെമൺ അതിൽ ചേർത്തു. രണ്ടാമതായിട്ട് സവോള നമ്മളിവിടെ ചെറുത പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ബിരിയാണിക്ക് നേരെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഹൈദരാബാദി ബിരിയാണിയിൽ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ മസാല ഉണ്ടാക്കുന്നില്ല, പക്ക റോ ആയിട്ട് തന്നെയാണ് അതിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓണിയൻ വറുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ട് നമ്മുടെ വീഡിയോസിൽ അത് കാണാൻ പറ്റും, ഓണിയൻ വറുക്കുന്നത് മസാല ഉണ്ടാക്കുന്നു. പക്ഷെ ഇതിൽ നമ്മൾ ഓണിയൻ വറുത്ത് അങ്ങനെ മസാല ചെയ്യുന്ന ഒരു പരിപാടിയില്ല. അപ്പോൾ ഇതിലേക്ക് ഇതിട്ടു, പിന്നെ ലെമൺ ചേർത്തു, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇല്ലാതെ നിങ്ങൾ സാധാരണ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നേക്കാൾ നല്ലതാണെന്ന് പിന്നെ മസാല ഇട്ട് തിരുമിയിട്ടുണ്ടാക്കുന്നത്. പിന്നെ ഒത്തിരി എരിവുള്ള ഒരു ബിരിയാണി അല്ല. അപ്പൊ നമ്മൾ അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരു ചെറിയൊരു ടീസ്പൂൺ മുളക് പൊടി. എരിവ് അധികം ഇല്ലാത്ത ബിരിയാണിയാണ്. ഹൈദരാബാദി ബിരിയാണി നല്ല സ്പൈസി എരിവുള്ള ബിരിയാണി ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണിന്റെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു മസാലയ്ക്ക് ഒന്ന് തിരുമ്മി വെക്കാനായിട്ട്. മല്ലിപ്പൊടി നമ്മളൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പൊ ഒത്തിരി മസാലയിൽ കുളിച്ചെടുക്കുന്ന ഒരു ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾക്കും എല്ലാവർക്കും എരിവില്ല എന്ന് പറയാൻ പറ്റില്ല, മീഡിയം എരിവുണ്ട് ബിരിയാണി. പിന്നെ പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയ്ക്ക് വേണ്ടത്. അപ്പോൾ പച്ചമുളക് ഇതിൽ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് മെയിനായിട്ട് ബിരിയാണിക്ക് വേണ്ടത്, ഇത് ചിലർ അരിഞ്ഞിട്ടിടും, അരച്ചിട്ടൊക്കെ ഇടുന്നവരുണ്ട് പിന്നെ മസാല ഉണ്ടാക്കി. ഇത് നമ്മൾ ഇതിലേക്ക് കുറച്ച് പുതിന ഇല, അരിയണമൊന്നുമില്ല, അതുണ്ടല്ലോ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് മസാല വെന്ത് വരുമ്പോഴേക്കിന് ഇതൊന്നും ഇതിൽ കാണില്ല, ഇതൊക്കെ അതിലേക്ക് മിക്സ് ആയി പോകും. നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള പുതിന ഇല ഇട്ട് കൊടുക്കാം. ഒത്തിരി പുതിന ഇലേൻ്റെ ആവശ്യമില്ല, കയ്പ് വരുന്നൊരു രീതിയിലേക്ക് നമ്മൾ ഇടണ്ട. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പിന്നെ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിക്കുള്ള മസാലയ്ക്ക് ഇവിടെ കുറച്ച് ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾ ഗരം മസാലയിൽ നമുക്ക് ബിരിയാണിക്ക് ഇടാൻ ഏലക്കായ ഉണ്ട്, പിന്നെ സ്റ്റാർ ആനീസ് ഉണ്ട്, പിന്നെ ജാതി പത്രി ഉണ്ട്, കുറച്ച് ഗ്രാമ്പു ഉണ്ട്, പിന്നെ ജീരകം എന്ന് പറയുന്നത് ഷായ് ജീരയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇത് ചെറിയ ജീരകമല്ല, ഷായ് ജീരയാണ്, സ്വീറ്റ് ആയിട്ടുള്ള ജീരയാണ്. ഇത് കറുത്ത ഏലക്കയാണ്, ബ്ലാക്ക് കാർഡമാണ്, സിന്നമൺ ഉണ്ട്, പിന്നെ കുരുമുളക്. നമ്മൾ കുറച്ച് കുരുമുളകും, എത്ര സാധനങ്ങൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം, റൈസിലുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം, ഒരു ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കുരുമുളക് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുത്തു അതിലേക്ക്. പിന്നെ റൈസ് കഴിക്കാൻ വെക്കുമ്പോൾ ഒരു സ്പൂണ് ഓയിൽ കൊണ്ട് ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ റൈസ് കഴുകി സോക്ക് ചെയ്ത് കഴുകിയ റൈസ് നമുക്ക് ഇതിനകത്ത് അരി തിളക്കാൻ തുടങ്ങിയ വെള്ളം നമ്മളൊരു ഇതിന് പാകത്തിന് ശരിക്കുള്ള നമ്മൾ റൈസ് ഒക്കെ ചെയ്യുമ്പോൾ
പിന്നെ ഈ വെള്ളത്തിന് കറക്റ്റായിട്ട് നമുക്കൊരു ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇനി ഇട്ട് കൊടുക്കും. ഉപ്പാനൊക്കെ നമ്മൾ ഉപ്പ് ചേർക്കുന്ന പോലെ തന്നെ പാകത്തിന് എന്ന് വെച്ചാൽ നല്ല ഒരു സോൾട്ടി വാട്ടറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് റൈസിന്. എത്ര ഉപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പാവ് ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അറിയാം അതിന് എത്ര ഉപ്പാണ് തേക്കുന്നതെന്ന്. അപ്പോൾ ഒരു വെള്ളത്തിന് നമുക്ക് കഴിക്കാൻ എഡിബിളായ രീതിയിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് റൈസിന് ആ ഫ്ലേവർ കിട്ടുള്ളൂ. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. നമ്മളിത് വെള്ളം ഊറ്റി കളയുന്നതാണെങ്കിൽ പോലും ആ റൈസ് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് കറക്റ്റ് വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ മസാല എല്ലാം ചേർത്ത് ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ റോസ് വാട്ടർ എന്ത് ചെയ്യും കുറച്ച് റൈസിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൈസ് നമ്മൾ പിന്നെ ഫുള്ളായിട്ട് വേവിക്കില്ല, ഒരു 75% 80% അടുത്താണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മസാല നമ്മുടെ റൈസ് വരുമ്പോഴേക്കിന് വെന്ത് വരുമ്പോഴേക്കിന് നമുക്കിവിടെ മസാല ഒന്ന് തിരുമ്മി വെച്ചേക്കാം. ഇതിലേക്ക് നമ്മൾ മല്ലിയില ഇട്ടില്ല, കുറച്ച് മല്ലിയിലോട്ട് ഇട്ട് ഉള്ളി കീറിയിട്ട് കുറച്ച് നന്നായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ തൈര് ചേർക്കുന്നില്ല ബിരിയാണിയിൽ. ഏകദേശം ഒരു ബ്രൗൺ കളർ മസാലയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. പ്രിപ്പയർ ചെയ്ത് കുറച്ചുകൂടെ മല്ലിയില ഇട്ടോ, മല്ലിയില നന്നായി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ചിക്കൻ നമ്മളൊന്ന് പറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ ഉള്ളത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ ഒരു പാകത്തിന് ഇഞ്ചി വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി ഒരു പോട് വെളുത്തുള്ളിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. അടിപൊളിയല്ലേ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നു പോകണ്ട. അപ്പോൾ അതതിൻ്റെ ഒരു അത്യാവശ്യ ഘടകമാണ്. റൈസ് അതിൻ്റെ ഒപ്പം തന്നെ തിളച്ച് വരുന്നുണ്ട്. റൈസ് നമ്മളൊരു 70% വെന്ത് കഴിയുമ്പോഴേക്കിനും നമ്മളൊന്ന് മാറ്റി വെക്കും. കഴിഞ്ഞിട്ട് അതിൽ കിടന്ന് അത് കറക്റ്റ് ആ ചൂടിലിരുന്നിട്ട് ഒരു 60% ആകുമ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് മാറ്റി വെക്കും. കഴിഞ്ഞിട്ട് ഒരു 75% വരെ ആ വെള്ളത്തിൽ കിടന്ന് കഴിയുമ്പോഴേക്കിനും അത് എന്തായിട്ട് വരും, വെന്ത് വരും. നമുക്ക് ഫുള്ളായിട്ട് കുക്ക് ചെയ്യില്ല, ബാക്കിയത് നമ്മൾ ദം ചെയ്യുമ്പോഴാണ് കുക്ക് ചെയ്യുന്നത്. നമ്മളത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്കാണ് ചെയ്യുന്നത്. എവിടെയാണ് ചെയ്യുന്നത്? കുക്കറിലേക്ക് ചെയ്യാൻ പോവാണ്. കുക്കറിലിട്ട് വിസിലൊന്നും അടുപ്പിക്കേണ്ട കാര്യമില്ല. ഇഞ്ചി വെളുത്തുള്ളി പുതിന അല്ല മല്ലിയില കുറച്ചുകൂടി പുതിന നമ്മൾ ഇനി ഗാർണിഷിന് വേണ്ടി ഉപയോഗിച്ചാൽ വേണ്ട വേണ്ട. മല്ലിയില എല്ലാം ഇട്ടു, മസാല ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ബിരിയാണിയിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഒപ്പം തന്നെ എന്താണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്? തക്കാളി അല്ല, കുറച്ച് കാഷ്യൂനട്ട് കൂടി ഇട്ട് കൊടുക്കാണ്. ഇതാ അതും കൂടി ഇതിൻ്റെ ഒപ്പം വെന്ത് വരും. പച്ച കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്ത് കാഷ്യൂനട്ട്? സാധാരണ ദക്ഷിണ ഉത്തരകന്നഡ ബിരിയാണിയിൽ ഇപ്പോൾ കാഷ്യൂനട്ട് ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത്. പക്ഷെ കാഷ്യൂനട്ട് ഫ്രഷ് കാഷ്യൂനട്ട് നമുക്ക് കിട്ടി, സീസണാണ്. അപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു ബൈറ്റും കൂടെ വരുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ എന്താണ് ഇട്ടേക്കണേ? ഫ്രഷ് കാഷ്യൂനട്ടും കൂടെ ചേർത്തിട്ടുള്ള എന്ത് ബിരിയാണിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ബൈറ്റിന് റൈസിൻ്റെ ഒപ്പം തന്നെ ഫ്ലേവറും ബൈറ്റും കൂടെ നമുക്ക് കിട്ടും. നമ്മുടെ റൈസ് വേറെ ഒരു അടുപ്പിലേക്ക് നമ്മൾ മാറ്റി വെച്ചു. നമ്മളിത് ഹൈ പ്രഷർ ബർണറാണ്, പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ പോവുകയാണ്. നോർമൽ ഇന്നിപ്പോൾ സാറ്റർഡേ അല്ലേ, സാറ്റർഡേ നമുക്ക് എല്ലാവർക്കും ലീവ് ഉള്ള ദിവസമാണ്. അപ്പോൾ നമ്മളൊരു ഫാമിലി കുക്കിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് എല്ലാം ഒരു ഫാമിലി കുക്കിംഗ്, ഒരാളുടെ ഒരു കുക്കിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന, കുക്കിംഗ് ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ എല്ലാ ദിവസത്തെയും ലഞ്ചിന് വേണ്ടിയിട്ട് ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ഈവനിങ് ടീ, അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുള്ള നടക്കുന്ന ഡെയിലി ഭക്ഷണത്തിന്റെ പാട്ടാണ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് ഉള്ള ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണം, അത് നമ്മുടെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇതൊരു ഫാമിലി വീഡിയോസ് ആയിരിക്കും. അതിപ്പോൾ ഓരോരുത്തരായിരിക്കും മാറി ചെയ്യുന്നത്. ചിലപ്പോൾ ടൊറീനായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ സ്മിത ആയിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ മമ്മി ചെയ്യുന്ന വീഡിയോസ് ഒത്തിരി വരും. അപ്പോൾ 4 പേര് കൂടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇച്ചിരി അധികം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലോട് ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഓണിയൻ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. എത്രയാണ് എടുക്കുന്നത്? 4 ടേബിൾ സ്പൂൺ. ഇതുണ്ടോ, കാണുന്നുണ്ടോ ഓയിൽ? അപ്പോൾ ഓയിൽ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് ഏകദേശം സ്ലൈസ് ചെയ്ത് ജൂലിയൻസ് ആയിട്ട് അരിഞ്ഞൊക്കെ ഓണിയനാണ് ഇട്ട് കൊടുക്കുന്നത്. ഓണിയൻ ഒന്ന് ജസ്റ്റ് തിരുമ്മിയിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഒത്തിരി ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഹൈദരാബാദ് ബിരിയാണിയിൽ നമ്മൾ വറുത്ത് കോരിയിട്ടാണ് എടുത്തിട്ട് മസാലയ്ക്ക് ഇടുന്നത്. അപ്പോൾ അതിൽ മസാല ഉണ്ടാക്കുന്ന പരിപാടിയിൽ ഇവിടെ നേരെ തിരിച്ചാണ്. പക്ഷെ കഴിക്കാൻ 2 ബിരിയാണികളും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, രണ്ടും വലിയ വ്യത്യാസത്തിലല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. വലിയ വ്യത്യാസത്തിലല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസിന്റെ പ്രിപ്പറേഷൻ ഏകദേശം സെയിം ആണ്. ചിക്കന്റെ പ്രിപ്പറേഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ ഓക്കെ കുറച്ചുകൂടെ ഫേമസും ആകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഓണിയൻ ഫ്രൈ ചെയ്തിട്ടുള്ള സ്വീറ്റ്നെസ് ഒക്കെ കൂടിയാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ സ്പൈസിയാണ്. അപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദി ബിരിയാണിയാണ്. കുറെ ഡിഫറെന്റ് വെറൈറ്റി ബിരിയാണീസ് ഉണ്ടല്ലേ? ഒത്തിരി വെറൈറ്റി, ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പാർട്ടിക്കൂടെ പാകിസ്ഥാൻ വരെ ബിരിയാണി. അപ്പോൾ ഇന്ത്യന്റെ പല ഭാഗത്തായിട്ട് ലക്നൗ ബിരിയാണി ഉണ്ട്, കൊൽക്കത്തയിൽ ബിരിയാണി ഉണ്ട്. അപ്പോൾ ചില ബിരിയാണി ലക്നൗ കൊൽക്കത്തയിലൊക്കെ
വന്നു വെച്ചാൽ കൊൽക്കത്ത ബിരിയാണി ഒരു വെറൈറ്റി ബിരിയാണി, അത് നല്ല ഫ്ലേവർ തന്നെയുള്ള ബിരിയാണിയാണ് കൊൽക്കത്ത ബിരിയാണി. കേരളത്തിൽ തന്നെ പല ഭാഗത്തുള്ള ബിരിയാണി, തമിഴ്നാട്ടിലേക്ക് വന്ന ദിണ്ടിയിൽ ബിരിയാണി തുടങ്ങിയിട്ട് പല കൽപ്പാക്കട്ട് ബിരിയാണി തുടങ്ങിയിട്ട് പല ബിരിയാണികളുണ്ട്. കേരളത്തിലെ മലബാറി ബിരിയാണി തുടങ്ങിയിട്ട് പിന്നെ ഓരോ തലശ്ശേരി ബിരിയാണി അങ്ങനെ ബിരിയാണികൾ ഉണ്ട്. അപ്പൊ റൈസ് വെറൈറ്റി നമ്മുടെ ഭാഗത്തിലല്ല മൈസൂർ ബാംഗ്ലൂർ എല്ലാം പോയ അവിടെ ദൂമി ബിരിയാണി ഉണ്ട്, പിന്നെ ഈ ബട്ടൽ ബിരിയാണി ഉണ്ട്. അപ്പൊ അങ്ങനെ കർണാടകയില് വ്യത്യാസമായിട്ടുള്ള ബിരിയാണി ഉണ്ട്. അവിടുന്ന് ഹൈദരാബാദ് ചെല്ലുമ്പോഴേക്കിനും ഹൈദരാബാദി ആ സ്പെഷ്യാലിറ്റി ബിരിയാണി ഉണ്ട്. ലക്നൗ UP ചെല്ലുമ്പോഴേക്കിനും ബിരിയാണി ഉണ്ട്. ബിരിയാണിന്റെ പ്രത്യേകിച്ചുള്ള വെറൈറ്റികളാണ്. പിന്നെ കൊൽക്കത്ത ചെന്ന് കഴിഞ്ഞാൽ കൊൽക്കത്ത സ്റ്റൈല് പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ടുള്ള ബിരിയാണി ഉണ്ട്. ലക്നൗ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണിയാണ്. കൊൽക്കത്ത ബിരിയാണി പിന്നെ കഴിക്കുന്നത് മോശമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിലേക്ക് ബിരിയാണിയില് വരുമ്പോഴേക്കും അപ്പൊ ഒരു ബിരിയാണി പിന്നെ ഓരോ സ്ഥലത്തെ ഫ്ലേവറുകൾ വെച്ച് നോക്കുമ്പോൾ മോശം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള ബിരിയാണികളാണ്. നമ്മുടെ റൈസ് ഏകദേശം കണ്ടോ ഇത് വെന്ത് വരുന്നത്. അപ്പോൾ റൈസ് വെന്ത് ആയിട്ടില്ല, വീണ്ടും വരുന്നുള്ളൂ. റൈസിന്റെ ലെങ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിന്റെ കുക്കിംഗ് പെർസെൻറ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ 50% കുക്കിങ്ങിലേക്ക് എത്തിയിട്ടുള്ളൂ. അത്ര ഗ്രെയിന് ലെങ്ത് വെച്ചിട്ടുള്ളൂ. ഗ്രെയിൻ്റെ ലെങ്ത് നോക്കി കഴിഞ്ഞാൽ റൈസ് ഗ്രെയിൻ്റെ ലെങ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ നീളം കുറവാണ്. ഇനി കുറച്ചുകൂടെ ആയി കഴിയുമ്പോഴേക്കും ഇച്ചിരി നീണ്ടു വരും. അപ്പോൾ നമുക്കൊരു 60%, 50, അത് കഴിഞ്ഞിട്ട് ഒരു 65%, അങ്ങനെ 70, 75, 100% എന്ന് പറയുമ്പോഴേക്കിനും ഫുള്ള് ലെങ്തിൽ വരും. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ സവാള ഉണ്ട്, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ കളർ കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിലർ ടൊമാറ്റോ ആയിരിക്കും ആദ്യം ഇടുന്നത്, ഞാൻ ചിക്കനാണ് ആദ്യം ഇട്ടേക്കണത്. കാരണം നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ അത്യാവശ്യം മസാല പൗഡറൊക്കെ ഇട്ടിട്ടാണ് വെച്ചേക്കണേ. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ, ഈ സവാളേൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ നമുക്കതൊരു ഫ്ലേവർ കൂടുതലായിട്ട് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ചിക്കൻ ഒന്ന് ഇട്ടിട്ട് ഒന്ന് അതിലൊന്ന് സോട്ട് ചെയ്ത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കാം ചിക്കന്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് തക്കാളി കൂടെ ചേർത്ത് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ മസാലപ്പൊടി ഇതിലേക്ക് ഓൾറെഡി ഇട്ടേക്കണയാണ്, ജിഞ്ചർ ഗാർലിക് ഇട്ടേക്കണയാണ്. ഓയിൽ ചൂടായിട്ടിരിക്കുകയാണ്. സവാള ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിക്കനെ തന്നെ നേരെ ഇട്ട് കൊടുത്തത്. ചിക്കൻ ആ ഓയിലൊന്ന് വറുത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറിന് ഒരു വ്യത്യാസം വരും. വറുത്തല്ല വരുന്നത്, ഒന്ന് കോട്ട് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അതിലിട്ടേക്കുന്ന മസാലപ്പൊടികളും കൂടെ ഒന്ന് പിടിച്ചും വരും. അപ്പോൾ അവിടെ ചിക്കൻ ഏകദേശം ഒന്ന് വറുത്തല്ല, ഒന്ന് കോട്ട് ചെയ്തെടുത്ത് ആ മസാലയൊക്കെ ഒന്ന് ഹീറ്റായിട്ടുണ്ട്. ഓണിനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ച തക്കാളിയാണ്, ഏകദേശം നമുക്ക് സ്ലൈസ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ആ തക്കാളി കൂടി ഒന്ന് ചേർന്ന് വെക്കാം. തക്കാളി ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് ചിക്കനെ ഒരു കറി വെച്ച് നശിപ്പിക്കുന്ന പോലെ ചെയ്തെടുക്കണ്ട ബിരിയാണിക്ക്. അത് ചിക്കൻ കറിയിൽ ചോറിട്ട് പോലെ ആക്കി എടുക്കണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് റോസ്റ്റ് ചെയ്ത് അതിനെ തക്കാളീനെ ഒന്ന് ചേർത്തൊന്ന് വഴറ്റി തക്കാളിയും കൂടി ഒന്ന് കുക്ക് ചെയ്യാനുള്ള ഒരു സമയം കൊടുത്തെടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു ചിക്കൻ കറിയിലേക്ക് കൊണ്ടുവന്നിട്ട് ചോറിട്ട് ഇളക്കി പോലെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ആ ബിരിയാണീനെ ചെയ്ത് നശിപ്പിക്കേണ്ട ആവശ്യമില്ല. തക്കാളിൻ്റെ വഴുന്ന വരെ ചെറിയ ചൂടിൽ ഇച്ചിരി നേരം മൂടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി വെള്ളമോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തക്കാളിയൊക്കെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി, നമ്മൾ സാധാരണ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാലപ്പൊടി ഞാൻ ആദ്യം ഇതിൽ മസാല ചേർത്തപ്പോൾ ചേർത്തിട്ടില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ഫ്ലേവർ എല്ലാം ബുക്കായി വരുമ്പോഴേക്കും നമുക്ക് ആ ഫ്ലേവർ ലോക്കായി കിട്ടണം. അപ്പോൾ എപ്പോഴും ഗരം മസാല ലാസ്റ്റ് ഇടുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇച്ചിരി ഒരു ഗ്ലാസ് വെള്ളമോടെ ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളം എന്താ ചേർക്കണമെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണി മസാലയ്ക്ക് വേണ്ടി ഒരു വെള്ളമാണ്. നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കണോണ്ട് ഇതിൽ കുറേ ചിക്കൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട. ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഇതിപ്പോൾ നമ്മൾ എടുത്തേക്കണത് ഒരു 1.5 കിലോ ചിക്കനും ഒരു 750 ഗ്രാം 800 ഗ്രാമിൻ്റെ റൈസുമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം റൈസിൻ്റെ ഇരട്ടി ചിക്കനാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിക്കനിൽ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തു. ഈ വെള്ളമാണ് നമ്മുടെ മസാലയായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെന്ത് ഒരു മസാല പരുവത്തിൽ കിട്ടും. ജസ്റ്റ് ഒന്നുകൂടെ കവർ വെച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ റൈസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ആ ചോറിലേക്ക് ഒരു 75% ആ ചോറ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് നോക്കി എടുത്ത് വൈറ്റ് ചെയ്ത് നോക്ക്. കുറച്ചുകൂടെ വേഗാണ്ട് ചെറിയ വൈറ്റ് അതാണ്. അപ്പോൾ അത് വെന്ത് വരും. ഒരു 15% വെന്ത് വരും. 100% വേവിച്ച് ഉടക്കേണ്ട കാര്യമില്ല ബിരിയാണി ചെയ്യുമ്പോൾ. അതിലേക്ക് ഗീ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ 2-3 സ്പൂൺ ഗീ കവറി കൊടുത്ത് റൈസിലേക്ക് ഗീൻ്റെ ഫ്ലേവർ. അപ്പോൾ ഒത്തിരി ഗീ എടുക്കുന്നില്ല, ഒത്തിരി ഓയിലും ചേർക്കുന്നില്ല. സാൾട്ട് അതിൽ പാകത്തിന് ചേർത്തിട്ടുണ്ട് റൈസിൽ. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ആ റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ ഗ്രേവി എല്ലാം റെഡി ആയില്ലേ? ഗ്രേവി ഉണ്ടോ? ഏകദേശം തിക്കായ ഗ്രേവിയാണ് നമ്മുടെ റൈസിനുള്ളത്.
അപ്പൊ ഇനി നമ്മള് പിന്നെ കറക്റ്റ് ആയിട്ടുണ്ട്. ചിക്കനും എല്ലാം കൂടെ ഇനി കുറച്ചുകൂടെ വേവ് ബാക്കിയുണ്ട് റൈസിന്റെ. അതെല്ലാം കൂടെ കറക്റ്റ് ആയിട്ട് വെന്ത് വരും. നമ്മള് ദം ചെയ്യാൻ പോവാണ്. റൈസ് ഒന്ന് ലെയർ ചെയ്തിട്ട് കൊടുക്കാം. റൈസ് ഇട്ടോ. റൈസ് ഇതാ ഗീ ഒന്ന് നമ്മൾ റൈസിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഗീ ചേർത്തിട്ടുണ്ടോ ഉണ്ടോ? റൈസിന്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗീ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗീ റൈസിൽ എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗീ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് റൈസിൽ. ഞാൻ മിക്സ് ചെയ്ത റൈസിനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് പൊട്ടിപ്പോയിട്ടില്ല, ഉടഞ്ഞു പോയിട്ടില്ല, കറക്റ്റ് ആയിട്ട് ഇട്ടു. ദം ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. ദം ചെയ്യാൻ നമ്മൾ കുക്കറിന്റെ അടുപ്പ് മാത്രമാണ് അതിൽ ഉപയോഗിക്കുന്നത്. വിസിലടിക്കുന്നതിനും എടുക്കും. നമ്മൾ ഇതൊന്നും വെക്കില്ലല്ലേ? ഇല്ല, ഇതിലിപ്പോ നമ്മള് ചിക്കൻ ഏകദേശം വെന്തതാണ്. പകുതിയല്ല, ഒരു 60% 70% ചിക്കൻ വെന്താണ്. റൈസും 75% വെന്താണ്. അപ്പൊ ഇനി ദമ്മ് മാത്രമേ ഉള്ളൂ. അപ്പൊ വിസിലടിക്കാതെ തന്നെ ആ കുക്കറിൽ ആ പ്രഷർ നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അതിൽ ലോക്കായി. വിസിലടിച്ച് കഴിയുമ്പോൾ ഫ്ലേവർ പുറത്തേക്ക് വരും. വിസിലടിപ്പിക്കരുത്. അത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് റെഡി. ഇച്ചിരി മല്ലിയില് ഇതും കൂടെ ഇതിന്റെ മേലേക്ക് ഒന്ന് വതറിക്കും ഗാർണിഷ് ആയിട്ട്. റൈസ് നമ്മൾ ഇട്ട് കൊടുത്തു. കുത്തി ഇറക്കേണ്ട ആവശ്യമില്ല. റൈസ് മേലെ ഒന്ന് ഇട്ട് കൊടുത്തു. മല്ലിയിലയും ഇച്ചിരി പുതിനയിലയും കൂടെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ലാഡിൽ വെച്ചിട്ട് ഇതാ റൈസ് ഒന്ന് സ്റ്റെർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അടിവശത്ത്. ആ ഗ്രേവി റൈസ് ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കും. നമുക്കൊരു 3 കളറിലാണ് ഈ റൈസ് വേണ്ടത്. ഒരു വൈറ്റ് കളർ റൈസ്, മല്ലിയിലയും പുതിനയിലയും മേലെ ഇട്ട് കൊടുത്തു. ഇച്ചിരി മഞ്ഞപ്പൊടി കലക്കിയത് ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട. ഇടയ്ക്ക് ഒരു മഞ്ഞ കളറും കൂടെ. അപ്പോൾ 3 കളറിൽ റൈസ് കിട്ടാൻ പോവാണ്. ഇച്ചിരി ഫ്രൈഡ് ഓണിയൻസ് കവർ ചെയ്ത് വെക്കാണ്. വിസിലടിക്കരുത് കേട്ടോ, വിസിലടിക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റ്. ബട്കൽ ബിരിയാണി അങ്ങ് റെഡി. ബട്കൽ ബിരിയാണി മാത്രമല്ല, നിങ്ങൾ ഏത് ബിരിയാണിയിലും അല്ലെങ്കിൽ ഏത് ഡിഷും പിന്നെ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഷുകൾ നമ്മൾ ഉണ്ടാക്കി നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ ഏത് ബിരിയാണിയാ വേണ്ടത്, ബിരിയാണി എന്നല്ല, ഏത് രാജ്യത്ത് ഏത് ഭക്ഷണമാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആണെങ്കിലും ശരി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് ഭക്ഷണം, നിങ്ങൾ പറയുന്ന ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നതാണ്, ചെയ്യുന്നതായിരിക്കും. ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നത് നിങ്ങൾ കാണും. നോക്കി ആവി വർക്ക് നോക്കി, ഫ്ലേവർ നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്, കളർ നോക്കിക്കേ. ഒന്ന് ടോപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓ ഉണ്ടോ, അടിയിലൊരു ബ്രൗണിഷ്, പിന്നെ ഒരു മഞ്ഞ, അതിന്റെ മേലെ ഒരു വെള്ള, 3 കളർ ഫ്ലേവറിലാണ് ഈ റൈസ് കാണുന്നത്. എത്ര കളറ്? അതല്ല, ഒന്ന് ബ്രൗണ്, അതിന്റെ മേലെ ഒരു മഞ്ഞ, അതിന്റെ മേലെ ഒരു വൈറ്റ്, അങ്ങനെ 3 കളറിലാണ് നമുക്ക് ഈ റൈസ് സെറ്റ് ചെയ്ത് വരുന്നത്. ഉണ്ടോ അതിന്റെ ചിക്കൻ പീസൊക്കെ നോക്ക്, ഉടഞ്ഞ് ഫ്രഷ് ആയിട്ട് പൊട്ടി വന്നേക്കണം. നോക്കിക്കേ, ഒരിഞ്ഞിട്ട് നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്ത് നോക്കിയാലോ? ഒന്ന് പ്ലേറ്റ് ചെയ്യല്ലേ? പ്ലേറ്റ് ചെയ്താലോ? ഒരു ബിരിയാണി പോട്ടിലേക്ക് മാറ്റാം നമുക്ക്. ഓ, ആ ചിക്കനൊക്കെ നോക്ക്, ഉടഞ്ഞിട്ട് വീട് നോക്കിക്കേ. ഉണ്ടോ നോക്കിയേ. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതിന് നോക്ക്, റൈസ് 3 കളറിലാണ് വന്നേക്കണത്. ചിക്കനൊക്കെ പീസ് ഇത് ഉടഞ്ഞു വരുന്നുണ്ടോ? റൈസ് സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ് ഇതിന്റെ പ്രത്യേകത. ഹൈദരാബാദി ബിരിയാണി കുറേ കൂടെ ഫ്ലഫി ആയിട്ടുള്ള റൈസ് ആയിരിക്കും, ഇതിൽ സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് ആയിരിക്കും. അതാണ് ഡിഫറൻസ് അല്ലേ? ഇത് എന്നാൽ ഒത്തിരി സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ച് കളഞ്ഞിട്ടില്ല. പിന്നെ വേറെ ബിരിയാണികൾക്കാണെങ്കിൽ ചിലപ്പോൾ ഇത് കുഴഞ്ഞു പോയി വരും, ഇച്ചിരി കുഴഞ്ഞിട്ട്. കർണാടകയിലൊക്കെ നമുക്ക് സാധാരണയാണ്, പക്ഷെ ഇത് അങ്ങനെ കുഴച്ചിട്ടില്ല. മഞ്ഞ കളറ്, ബ്രൗൺ കളറ്, വൈറ്റ് കളർ, 3 കളർ കോമ്പിനേഷൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നമ്മൾ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് വിടാം അല്ലേ? ഗാർണിഷ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയൊരു മല്ലിയില, പിന്നെ വേണമെങ്കിൽ ഒരു പിന്നെ പുതിന ഇല ഫ്ലേവറിന് അതിൽ ഉപയോഗിച്ച സാധനങ്ങളെ മാത്രം, ഇച്ചിരി മല്ലി, ഇച്ചിരി പുതിന, കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ അതില് ഉപയോഗിച്ചതാണ്. ഇതിൽ ഉപയോഗിച്ച സാധനങ്ങൾ മേലെ ഒരു കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ഉണ്ടോ? ഫ്രൈഡ് ഓണിയൻസ്, ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉച്ചഭക്ഷണത്തിനുള്ളത് റെഡിയാണ്. ലഞ്ചാണ് ഇത്. എല്ലാരും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അതിന്റെ ഒപ്പം ഇനി നമുക്ക് വീട്ടിൽ പപ്പയും കൂടി ഉണ്ട്. പപ്പ പിന്നെ വീഡിയോയിൽ വരാറില്ല, എങ്കിൽ പോലും നമ്മൾ പപ്പയ്ക്കുള്ള ഒരു ബിരിയാണി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. മസാലയൊക്കെ ഇട്ടിട്ട് അപ്പൊ നമുക്കിത് കുറച്ച് സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. സെറ്റ് ആക്കാം. ഇതിന് മൂടി എവിടെ പോയി? ഇനി നമുക്ക് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ടേസ്റ്റിംഗ് ഡോസ് കൊടുത്തു നോക്കാം. പുറത്ത് നല്ല തണുപ്പും നല്ല മഴയല്ലേ? രാവിലെ മുതൽ നല്ല പൊടി മഴയാണ് കേട്ടോ.
മസാല നോക്കിയേ. അപ്പൊ ഈ മഴയത്ത് നല്ല അതല്ല, ഈ മഴ അങ്ങ് തുടങ്ങി, മഴക്കാലം തുടങ്ങിയിട്ട് ആവി ഓർക്കണം. മഴക്കാലം തുടങ്ങുമ്പോ തന്നെ ഇവിടെ സ്പെഷ്യൽ ആരംഭിച്ചു. ഇങ്ങനെ ഒരു പപ്പടം അതിലേക്ക് ഇങ്ങനെ സൈഡിലേക്ക് വെച്ചിട്ട് ഗാർണിഷ് ഒക്കെ ഇങ്ങനെ വെതറി ഇങ്ങനെ വെതറി ഇങ്ങനെ വെതറിയിട്ട് പിടിച്ചേ നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് ബിരിയാണി. ക്യാമറമാനും ജോയിൻ ചെയ്തേക്കാണ്. ക്യാമറമാനും ജോയിൻ ചെയ്തത്. നമുക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ക്യാമറയിൽ കൂടി കണ്ടാലും മനസ്സിലായാലും നമുക്ക് പറഞ്ഞറിയിക്കാനും പറ്റില്ല. പക്ഷെ ഇവിടെ നിൽക്കുമ്പോ അതിന് അരോണി റൂമിൽ മുഴുവൻ സ്പ്രെഡ് ആകുമ്പോ ഒന്നും പറയാനില്ല. അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ. കഴിക്കട്ടെ ഞാന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറാണ്. ആ നെയ്യിന്റെ രുചി നന്നായി റൈസ് കിട്ടുന്നുണ്ട്. മസാലയുടെ കാര്യം പിന്നെ പറയാനില്ല. മസാലയാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. റൈസ് ഒക്കെ നല്ല സോഫ്റ്റ് ആണ്. ചിക്കൻ നോക്കട്ടെ കേട്ടോ, ചിക്കൻ ആണ്. കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ടോ അതില്? അത് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കി. എനിക്ക് കിട്ടില്ല, എനിക്ക് കിട്ടുന്നു. ഫ്രഷ് കാഷ്യൂനട്ട്. ചിക്കൻ നല്ല ടെൻഡർ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി നല്ല ടേസ്റ്റ് ആയി ബിരിയാണിക്ക് അല്ലേ. ഡിഫറൻസ് ആണ്. സ്പൂൺ വേണമെങ്കിൽ കോരത്തിലാൻ നല്ല രസമുണ്ടല്ലേ. കാണിച്ച ബിരിയാണി ടെക്സ്ചർ കാണിച്ച ജ്യൂസ്നെസ്. ഇപ്പൊ തന്നെ തിന്ന് തീർക്കാൻ പോവാല്ലേ. ഹൈദരാബാദി ബിരിയാണിയും ബട്കൽ ബിരിയാണിയും ആയിട്ട് അധികം ഡിഫറൻസ് ഒന്നും കഴിക്കുമ്പോ പറയാനില്ല. പക്ഷെ എന്നാലും ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മള് മീറ്റില് കേട് ചേർത്തിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം കേഡ്നെസ് ആയിട്ടുള്ള ഫ്ലേവർ നമ്മുടെ മീറ്റിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഹൈദരാബാദിയും ബട്കലും ആയിട്ട് അങ്ങനെ ഡിഫറൻസ് പറയാനില്ല. ഏകദേശം ഒന്നാണ്. എന്നാലും ഇതിന്റെ ഫ്ലേവർ മാറ്റമുണ്ട്. പക്ഷെ അടിപൊളിയാണ്. കാര്യം പറഞ്ഞ ചിക്കനൊക്കെ ഞങ്ങൾ വയറ്റിലാക്കിയോ? മമ്മി നോക്കി നിൽക്കാം. അമ്മയെ മോളും കൂടി മമ്മി നോക്കിയിരിക്കുക. ചിക്കൻ എവിടെ കൊണ്ടുപോകുന്നു. നമ്മുടെ സാറ്റർഡേ ലഞ്ചാണ്. ഇന്നത്തെ ഡേറ്റ് ജൂൺ 6-ാം തീയതി അല്ലെ മമ്മേ? ജൂൺ 6 സാറ്റർഡേ ലഞ്ചാണ്. ഇനിയിപ്പോ ഡിന്നർ വേറെ നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പൊ ഓരോ മീന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വീഡിയോസിലുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമന്റുകളിൽ കൂടെ പറയാം ഏത് ഡിഷുകളാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ ലൈവ് വേണമെങ്കിൽ ലൈവായിട്ട് നമ്മൾ ചെയ്ത് കാണിച്ചിരിക്കും. അപ്പോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ ഇനി ഇത് കഴിക്കട്ടെ. ഇതിപ്പോ നമ്മുടെ ഡിഷുകളൊക്കെ റെഡി ആയിരിക്കാണ് കഴിക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെ കണ്ടോ, ഇതിലുണ്ട് ഇഷ്ടംപോലെ. എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളിത് സെറ്റ് ആയിട്ട് കഴിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോ താങ്ക് യു, ബൈ ബൈ. ബൈ ബൈ.